സോ ഹായ് ഗൈസ്, നിങ്ങളെല്ലാവരും മാർക്കറ്റിൻ്റെ ഫാളും ഒക്കെ കണ്ട് പേടിച്ചിരിക്കുകയായിരിക്കും. ഇതിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. സോ ഇപ്പം നിങ്ങൾ പലരും പേടിച്ചിരിക്കുകയാണ്, കാരണം ബാങ്ക് നിഫ്റ്റി എല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് ഇപ്പം നല്ല റെഡിലായിട്ടുണ്ടാവും. അതിൻ്റെ ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ക്യാപിറ്റൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പം ഈ ഒരു ഫാള് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ്സ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. കാരണം ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പോർട്ട്ഫോളിയോ റെഡിൽ പോകുന്നതെന്ന് പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ആവേണ്ടയോ പേടിക്കേണ്ടയോ കാര്യം വരുന്നില്ല. നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. അപ്പം ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് ലോങ് ടേമിൽ പ്രോഫിറ്റബിൾ ആവും. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റൈറ്റ് ഏരിയ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് പോയിന്റിലാണോ എൻട്രി എടുക്കുന്നത്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് കറക്റ്റ് ആണോ. കാരണം സ്വിംഗ് ട്രേഡേഴ്സിന് ഒരുപാട് നാളൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഷോർട്ടർ പീരീഡിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ്സ് എടുക്കാൻ പറ്റണം. അതാണ് കാരണം വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ അതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വർക്ക് ഹവേഴ്സിനെ തന്നെ എഫക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്ര ആണോ അതിലും അതിൻ്റെ ഒരു ശതമാനമോ അല്ല അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്ന് പറയാൻ പോകുന്നത് കുറച്ച് സ്റ്റോക്കുകളുടെ അനാലിസിസും കാര്യങ്ങളും കുറച്ച് ലെവൽസും കാര്യങ്ങളുമാണ്. കാരണം ഇപ്പം മാർക്കറ്റ് കണ്ടീഷൻ ബിയറിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിംഗ് എൻട്രി പോയിന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എലമെന്റ് എന്നുള്ള രീതിയിൽ ഹൗ യു ഷുഡ് ബി ചൂസിങ് സ്റ്റോക്സ്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ കുറച്ച് സ്റ്റോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ മനസ്സിലാവും. കാരണം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യുന്നുണ്ടാവാം, ഫണ്ടമെന്റലി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ വക പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയും സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ്, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ റിസ്ക്കിയാണ്, കാശ് പോകും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പം അനാലിസിസ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം, എങ്ങനെ അനാലിസിസ് ചെയ്യാം എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റോക്ക് നോക്കാം. അശോക ബിൽകോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. സോ വീക്ക്ലി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ബുള്ളിഷ് ചെയ്ത് തരുന്നുണ്ട്. അത് ബുള്ളിഷ് ആയിട്ട് തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ജസ്റ്റ് ഗോ ടു മന്ത്ലിയിലാണെങ്കിലും നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നിങ്ങൾ പലരും ഈ പറയുന്ന പോലെ കൺസോളിഡേഷൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവാം, ട്രെൻഡ് ലൈൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ട്രെൻഡ് ലൈൻസ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഇങ്ങനൊരു സംഭവം സിമ്പിളായിട്ട്, കാരണം ചിലത് അത് വർക്കാവില്ല, ഇത് വർക്കില്ല എന്ന് പറയും. നിങ്ങൾക്കൊരു സാധനം വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുക. അപ്പം ചിലർ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കാരണം ഒരു കൺസൾട്ടേഷനും ഇവിടെ ഒരു ആക്ടിവിറ്റിയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ പോലും, 95 റുപ്പീസിൽ നിങ്ങൾ എടുത്തിരുന്ന എൻട്രി ആണെങ്കിൽ പോലും ഇത്രയും ഒരു അപ്പ് മൂവ് നിങ്ങൾക്ക് ഇതായി നോക്കി കാണാൻ പറ്റും. ജൂലൈ 23 ആണ് ഇവിടുന്ന് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു 100 200 ഒന്നുമല്ല, അതിൽ കൂടുതൽ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇതൊരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിലാണ് ഇത് പറയുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്വിംഗ് ട്രേഡ്സ്, ഒരു സ്വിംഗ് ട്രേഡർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഓക്കെ, ഈ ഒരു ലെവൽ വന്നു, ഈ ഒരു സോൺ വന്നു, ഈ സോൺസ് ബ്രേക്ക് ചെയ്തു, ഒരു ബ്രേക്കൗട്ട് വന്നു, ഒരു റീടെസ്റ്റ് വന്നു, പിന്നെയും ഒരു അപ്പ് മൂവ് വന്നു. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ നോക്കിക്കാണാം. അതേ ഒരു പാറ്റേൺ ആണ് ഇതാ ഇവിടെ ഒരു ഫോർമേഷൻ നടന്നിട്ടുണ്ട്. സോ വീക്കിലി നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെ ഒരു ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു കൺസൾട്ടേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു റാലി വന്നിട്ടാണ് ഈ ഒരു കൺസൾട്ടേഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ദി ചാൻസസ് ഓഫ് ഇറ്റ് ഗോയിങ് അപ്പ് ഈസ് റിലേറ്റീവ്ലി ഹൈ. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോ ടൈം ഫ്രെയിമിലിട്ടായിരിക്കണം നിങ്ങൾ അനാലിസിസ് നടന്നത്. ഒരിക്കലും ലോ ടൈം ഫ്രെയിമിൽ നിന്ന് ഹയർ ടൈം ഫ്രെയിമിലോട്ട് ആവരുത്. ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇവിടെ വീക്ക്ലി നമ്മൾ നോക്കി, ഡെയിലിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താ, ഇവിടെ ഒരു പ്രീവിയസ് ആയി ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അത് നല്ല വോളത്തിൽ തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ. കാരണം ഒരു ബിയറിഷ് മാർക്കറ്റ് ആയിട്ട് പോലും ഒരു 6% അപ്പ് മൂവ് ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചാൻസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കാവുന്നതാണ്. പോർട്ട്ഫോളിയോ റെഡ് ആണെന്നുള്ളത് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമുക്കപ്പം ഇനി അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും 1 hour ഡെയിലിയോ ഒക്കെ ആയിട്ട് നോക്കാം. ഇവിടെ 1 hour നോക്കുമ്പോൾ പോലും ഈ ഒരു
ഏരിയ ഈ ഒരു ക്യാൻഡിൽ മുകളിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ either go down and retest the level, അതല്ലെങ്കിൽ ഈ ഒരു അപ്പ് മൂവ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ വേറൊരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കബ്ര എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. സോ വിൽ ഗോ ടു എന്താ ഡെയിലിയിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ എന്താണ് വീക്ക്ലിയിൽ നോക്കി, മന്ത്ലിയിൽ നോക്കി. ഓക്കെ, മന്ത്ലി ചാർട്ട്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ, ഈ ഒരു സോണിൽ നല്ലൊരു ലെവലാണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. കാരണം കറക്റ്റ് ഒരു ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കറക്റ്റ് ഒരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ നല്ലൊരു വോളിയത്തിൽ ഇത് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് റിവാർഡിൽ ഒരു ട്രേഡ് ഇനിഷ്യേഷൻ നടത്താൻ പറ്റുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ പോലും, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണമെന്നില്ല, സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ പോലും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും വീക്ക്ലി വരുമ്പോൾ എന്താണ് നമ്മുടെ പ്രീവിയസ് സൈഡ് അടുത്തുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം സ്റ്റോക്ക് പ്രൈസ് നിൽക്കുന്നത്. സോ ഇത് നല്ല വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ദേവ് ഇൻഫോ ടെക്നോളജി എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് സ്റ്റോക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഓക്കെ, ഡെയിലിയിൽ നമ്മൾ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. ലൈക്ക് കൈൻഡ് ഓഫ് എ പാറ്റേൺ. നിങ്ങൾ പാറ്റേൺ യൂസ് ചെയ്യുന്ന ട്രേഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പെർസ്പെക്റ്റീവിലും കവർ ചെയ്യുന്നത്. കാരണം ചിലർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കും, ചിലർ കിട്ടിയ ഏരിയാസ് മാർക്ക് ചെയ്തിട്ടായിരിക്കും, ചിലർ ഈ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കും, SMC സൈഡ് ആയിരിക്കും, ICD സൈഡ് ആയിരിക്കും, ചിലർ പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഏത് സ്റ്റൈലിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പല രീതിയിൽ ഈ അനലൈസിസ് നടത്തുന്നത്. കാരണം ഒരു സ്റ്റോക്കിൻ്റെ ലെവൽസ് മാത്രം വെച്ച് പറഞ്ഞു വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് വെച്ചിട്ട് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് പല രീതിയിലും ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യും. വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളൊരു കാര്യം മാത്രമാണ് മാറ്റർ ചെയ്യുന്ന ഒരു സംഭവം. സോ ഇവിടെ ആണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഒരു പ്രീവിയസ് ആയി ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. വീക്ക്ലി തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ദ ചാൻസസ് ഓഫ് ഇറ്റ് ഗോയിങ് അപ്പ് ആൻഡ് ബ്രേക്കിംഗ് ദീസ് ലെവൽസ് ആർ ഹൈ. സോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മന്ത്ലിയിലാണെങ്കിലും ഇവിടെ ഇൻഡസ്ട്രിയൻ ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇത് മോളിലേക്ക് പോയി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രേഡ്സിനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഹൈ ആണ്. സോ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാൻ പറ്റുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി ഒരു റാലി നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു റാലി നടന്ന് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഒരു കൺസിഡറേഷൻ ലെവൽ വന്നു. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ട്രേഡായിരുന്നു ഇത്. അപ്പം അത് നല്ലൊരു നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി പോയിന്റ് ഫിക്സ് ചെയ്തത്. ഇവിടെയായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. സോ ഇവിടെ ആണ് നമ്മൾ ടാർഗറ്റ് എന്ന് വെച്ചിരുന്നത്. അവിടെ തന്നെ ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നോക്കി 389 എന്നുള്ള ഒരു പ്രൈസിൽ നിന്ന് 584 എന്നുള്ളൊരു പ്രൈസ് വരെ എത്തി. ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയൊരു അപ്പ് മൂവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50% അപ്പ് മൂവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തില്ല, പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ഓൾമോസ്റ്റ് 100% എന്നുള്ള രീതിയിൽ തന്നെ ഇത് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 100% അല്ല, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ലെവലിലുള്ള 33% എന്നുള്ള ലെവലിലേക്ക് ഉള്ളൊരു അപ്പ് മൂവ് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലെവൽസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ഒരു റാലി വരുന്നുണ്ട്, അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓക്കെ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം അതല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും ഒരു അക്യുമുലേഷൻ വന്ന് നേരെ ഒരു എക്സ്പാൻഷൻ വന്ന് പിന്നെ ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, പിന്നെ റീടെസ്റ്റ് ചെയ്തു, ഇവിടെ നിന്ന് ഒരു വോളിയം കാണിച്ചു, നേരെ സ്റ്റോക്ക് മുകളിലോട്ട് പോയി. അപ്പം ഈ ഒരു സാധനം ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തവർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയ ആക്ട് ചെയ്തു, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, നമുക്കിവിടെ പിന്നെയും ഒരു റീടെസ്റ്റ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റി. സോ ആ ഒരു ട്രേഡാണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ SL വെച്ചെങ്കിൽ പോലും ഇത് വന്ന് നിൽക്കുന്ന ലെവൽ വെച്ചിട്ട് 1:6 എന്നുള്ളൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയാണ്. കാരണം ഇഫ് യു ആർ റിസ്കിങ് 10,000 യു ഷുഡ് ഹാവ് മെയ്ഡ് 60,000 ഇൻ ദാറ്റ് സിംഗിൾ ട്രേഡ്. അപ്പം ആ ഏരിയയും കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വോളിയത്തിൽ ഈ ഒരു പ്രീവിയസ് ആയി ബ്രേക്ക് ചെയ്ത് നിൽപ്പുണ്ട്. സോ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വിക്സിങ് എന്നുള്ള രീതിയിൽ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ 1:2 or a 1:3 it will be up to this level. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നോക്കി കണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു വട്ടം പോയല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നൊരു
ട്രേഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ അപ്പം ചിലർ ഓക്കെ പാറ്റേൺസ് ആയിട്ട് നോക്കുന്നതായിരിക്കട്ടെ. ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവ് വന്നിട്ടുണ്ട്, ഈ ഒരു ലെവലിൽ നിന്ന് നേരെ റെസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട്, പിന്നെ ഒരു ഫോർമേഷൻസ് നടന്നിട്ടുണ്ട്, ഇവിടെ നിന്നാണ് ഒരു ഒറ്റ സ്പൈക്ക് മൂവ്മെൻറ്റ് വന്നത്. സോ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രേഡിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു അനദർ വൺ. പേൾ ഗ്ലോബൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്പ് പോകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്നവർക്ക് നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡായിരുന്നു ഇത്. കാരണം ഇപ്പോൾ ഇത്ര മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയേനെ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്സുകളും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നിൽക്കുന്നതായിരിക്കും, ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് നിൽക്കുന്നതായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ആണല്ലോ ഈ ഒരു ബ്രേക്ക് വന്നു, കണ്ടിന്യൂസ് അപ്പ് മൂവ്, ഇവിടെ ഒരു ബ്രേക്ക് വന്നു, ഒരു അപ്പ് മൂവ് വന്നു, ഇവിടെ ഒരു കൺസൾട്ടേഷൻ, പിന്നെയും ബ്രേക്ക്. അപ്പം ഈ ഒരു ലെവലിൽ സ്റ്റോക്സ് മൂവ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ളതിന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പേടിച്ച് എൻട്രി എടുക്കാതിരിക്കുക. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് ഓക്കെ സ്റ്റോക്ക് എന്താണ് ചെയ്തത്, അതിൻ്റെ പ്രീവിയസ് പാറ്റേൺസ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. കാരണം ഓരോ സ്റ്റോക്കും ഓരോ സ്റ്റോക്ക് പ്രൈസും റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. സോ ദാറ്റ്സ് വൺ ഓഫ് ദെൻ ദർ ഈസ് ഇപ്പം ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആണ്. എനിക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടും ഇത് പറയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബജാജ് ഹോൾഡിങ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. സോ ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നു, ബ്രോക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും വന്ന കാര്യം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇവിടെ റെസിസ്റ്റൻസ് ഡെവലപ്പായി ബ്രേക്ക് ചെയ്യുന്നു, തിരിച്ചു വന്നു, റീടെസ്റ്റ് വന്നു, ബൂം. സോ ഈ ഒരു സംഭവം നിങ്ങൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ബ്രേക്ക് വന്നപ്പോൾ എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പിന്നെയും ഒരു ടെസ്റ്റ് വന്നു, ഇവിടുന്ന് ഒരു സഡൻ സ്പൈക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയുള്ളവർക്കും ഈ ട്രേഡ് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, സോ ഇന്ന് ഓൾമോസ്റ്റ് 11%, 12% ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ മാത്രം വിചാരിച്ചാൽ മതി. ദെൻ ദർ ഈസ് ലോറസ് ലാബ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്. അവിടെ ഇത് സെയിം തിങ് പ്രീവിയസ് ആയിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്, കണ്ടിന്യൂസ് മൂവ് വരുന്നുണ്ട്, ഇവിടെ ഒരു വോളിയം കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനിയൊരു സ്പൈക്ക് വന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ആയി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദ ചാൻസസ് ഓഫ് ദ സ്റ്റോക്ക് ഗോയിങ് അപ്പ് ഈസ് റിലേറ്റീവ്ലി ഹൈ. ഓക്കെ, സോ ഇവിടെ എല്ലാം ഇമ്പോർട്ടൻസ് ലെവൽസ് ആയതുകൊണ്ട് തന്നെ അത്രയും ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വേണം ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ. ബാക്കിയുള്ളതിൽ നിന്ന് പിന്നെ ചാൻസസ് ഉള്ള സ്റ്റോക്സ് ആണ്, അതിൻ്റെ ഒരു പാറ്റേൺ മൂവ്മെൻറ്റ് എല്ലാം വെച്ചിട്ട്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ എങ്ങനെയാണ് സ്വിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇന്ത്യ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലെ കൂടുതൽ സ്വിങ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. സോ ബേസിക്കലി നമ്മളപ്പം കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്വിങ് ട്രേഡിങ് അല്ലെങ്കിൽ വർക്ക് അവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള വീഡിയോസ് കോണ്ടൻറ്റ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം കണ്ടന്റാണോ വേണ്ടത് ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പം ഇനി ഇതുപോലെ എല്ലാ വീക്കിലും കുറച്ച് സ്വിങ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്വിങ് ട്രേഡിങ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വിങ് എൻട്രീസ് എക്സിറ്റ് ഒക്കെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമായിട്ട് പുതിയ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. So I'll see you on another video. So do subscribe and do let me know in the comments what kind of videos you need. And I'll see you on another video. Until then, take care. Bye-bye. Peace. And New Year wishes.